UDF സർക്കാരിന്റെ അടുത്ത 5 വർഷക്കാലത്തെ നയം എന്താണ് എന്ന കാര്യം പ്രതിപാദിക്കുന്ന ഒന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റ് എന്ന് നിസ്സംശയം പറയാം. ഇതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ ഇല്ല. അതേസമയം തന്നെ ചെലവ് കുറയുകയും ചെയ്യും. മാജിക്കുകളില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള നടപടികളിലൂടെ മാത്രമേ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയൂ എന്ന് ഈ ബജറ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരു വിഷൻ ഈ ബജറ്റിൽ ഉണ്ട്. അതാണ് മിഷൻ സമുദ്ര പോലെയുള്ള പദ്ധതികൾ. അതേസമയത്ത് തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ച കാര്യങ്ങൾ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ള വരുമാനം ഏത് വഴിക്കാണ് വരുന്നത് എന്നതിൽ വ്യക്തമായിട്ട് പ്രതിപാദ്യമില്ല എന്ന കാര്യവുമുണ്ട്. പിന്നെ ഒരു കാര്യം, സ്വകാര്യ മേഖലയെ ആകർഷിക്കുക എന്നത് തന്നെയാണ് ഈ ബജറ്റിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനാൽ തന്നെയാണ് ഭൂപരിഷ്കരണ നിയമം 2 എന്ന രീതിയിൽ ഭൂപരിഷ്കരണം 2 എന്ന രീതിയിലുള്ള പ്രതിപാദ്യം പോലും വന്നിരിക്കുന്നത്. അതായത് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ, വ്യവസായങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ലഘൂകരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ പോവുകയാണ് കേരളത്തെ, അത് അനുവദിക്കില്ല എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ വരുമാനം ഉണ്ടാക്കുവാൻ മറ്റു മാർഗങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇല്ല എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി വന്നിരിക്കുന്നത് പെട്രോൾ ഡീസൽ വില വർധനവാണ്. അതുവഴി അധിക നികുതി വരുമാനം, വിൽപ്പന നികുതി വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഈ അധിക നികുതി വരുമാനം കുറയ്ക്കുവാനുള്ള ഒരു പരാമർശവും ബജറ്റിൽ ഇല്ല എന്നുള്ളതുമുണ്ട്. അതേപോലെ തന്നെ ഇന്ധന സെസ്, നേരത്തെ ഇന്ധന സെസ്സിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശൻ. പക്ഷേ ഇവിടെ ഇന്ധന സെസ് കുറയ്ക്കുവാനുള്ള തീരുമാനവും വന്നിട്ടില്ല. അപ്പോൾ നിലവിലുള്ള വരുമാനങ്ങളെല്ലാം അതേപടി തന്നെ ഉണ്ടാവും. പക്ഷേ പുതിയ വരുമാനങ്ങൾ ഉണ്ടാവുകയില്ല. ചെലവിൽ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റിൽ കാണിച്ചിരുന്ന ചെലവിൽ നിന്ന് 20,000 വരവിൽ നിന്ന് 20,000 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിരുന്നത്. അന്ന് 1.82 ലക്ഷം കോടിയുടെ വരുമാനമായിരുന്നു, ചെലവല്ല വരുമാനമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ 1.62 ലക്ഷം കോടിയായിട്ട് അതായത് 20,000 കോടി രൂപയുടെ കുറവാണ് വരുമാനമായി പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ ബജറ്റിലെ ചില തെറ്റുകൾ തിരുത്തുന്നു എന്ന കാര്യം കൂടി ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 1.62 ലക്ഷം കോടിയായിട്ട് സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ വരുമാനം നിജപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ചെലവിലും കുറവുണ്ടാവുകയാണ്. 2.4 ലക്ഷം കോടിയായിരുന്നു കെ.എൻ. ബാലഗോപാലിൻ്റെ അവസാന ബജറ്റിൽ ചെലവായി പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് 2.05 ലക്ഷം കോടിയായി കുറഞ്ഞിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറയുന്നു, അതിനനുസരിച്ച് ചെലവും കുറയുന്നു. അത് വാർഷിക പദ്ധതി അടങ്കൽ നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. 35,000 കോടിയായിരുന്നു വാർഷിക പദ്ധതിയായിട്ട് കാണിച്ചിരുന്നത് ബാലഗോപാലിൻ്റെ ബജറ്റിൽ. അത് 30,000 കോടിയാക്കി കുറച്ചിട്ടുണ്ട്. അങ്ങനെ വാർഷിക പദ്ധതി ചെലവും കുറച്ചു. അതായത് പദ്ധതികൾക്ക് മാറ്റിവെച്ചിരിക്കുന്ന തുകയിലും കുറവുണ്ടായിരിക്കുകയാണ്. പക്ഷേ ഈ മിഷൻ സമുദ്ര പോലെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് കേരളത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ പറ്റുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കടൽ വഴിയായിരിക്കും, കടലും കടൽ തീരവും വഴിയായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വരുമാന മാർഗം. അത് ഉടൻ കിട്ടുന്ന വരുമാനമല്ല, സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ചുകൊണ്ട് നേടിയെടുക്കാവുന്ന വരുമാനം എന്ന രീതിയിലാണ് മിഷൻ സമുദ്ര. അത് നേരത്തെയും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും വി.ഡി. സതീശിൻ്റെ പ്രഖ്യാപിതമായ ഒരു കാര്യമാണ്, ഇത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. മിഷൻ സമുദ്ര എന്നത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കടലിനെയും റോഡ് കരമാർഗത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട്, റെയിൽ മാർഗവും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് മിഷൻ സമുദ്ര. വലിയൊരു കണക്ടിവിറ്റിയാണത്. റോഡ് കണക്ടിവിറ്റി ഉണ്ടാവും, റെയിൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ സമുദ്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന കണക്ടിവിറ്റി. വിഴിഞ്ഞം തുറമുഖത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ തുറമുഖങ്ങളെയും ഇതുവഴി ബന്ധിപ്പിച്ചിരിക്കുന്നു, കടൽ തീരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ റെയർ എക്സിൻ്റെ അപൂർവ ധാതുക്കളുടെ ഇടനാഴി, അതും പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് വിമർശനമായിട്ട് ഉന്നയിക്കുകയുണ്ടായി. ഒഡീഷ സർക്കാർ വിഭാവനം ചെയ്തിരുന്ന, അവർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ള കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലും ഈ സ്വകാര്യവൽക്കരണം ഇടം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ തൻ്റെ ആദ്യ ബജറ്റിൽ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ ഇടനാഴി എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ള പ്രതിപക്ഷ വിമർശനമാണ് വന്നിരിക്കുന്നത്. കേരളത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കടലും കടൽ തീരവും വഴിയാണ് സാധിക്കുന്നത് എന്നാണ് ഈ ബജറ്റിലെ പ്രഖ്യാപനം. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. മിഷൻ സമുദ്ര
കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൌകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. മിഷൻ സമുദ്ര പദ്ധതിയാണ് ഈ ബജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. അതൊരു വിസ്മയമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതിയായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിൽ കടൽ, റോഡ്, റെയിൽ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയെയും ഗ്രീൻഫീൽഡ് സിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ വരുമാനം ഉണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ ഇല്ല എന്നതാണ്. അതിനാൽ തന്നെയാണ് വരുമാനം കുറയുന്നത്, റവന്യൂ വരവ് കുറയും എന്നുള്ള കാര്യം ഈ ബജറ്റിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർഷിക പദ്ധതികൾക്ക് കൂടുതൽ തുക മാറ്റിവെക്കാത്തതിനാൽ തന്നെ ചെലവും കുറയും, റവന്യൂ ചെലവും കുറയും എന്നുള്ള കാര്യവും ഈ ബജറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയാണ് ഭൂപരിഷ്കരണം 2 ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ വിമർശനം ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ ഈ ബജറ്റിലെ ഒരു ഹൈലൈറ്റ് എന്ന രീതിയിലാണ് കൂടുതൽ വ്യവസായങ്ങൾ വരുവാൻ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കലാണ്. ഇത് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഏകജാലക സംവിധാന രൂപത്തിൽ ഭൂപരിഷ്കരണം 2 നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ട്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൌകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഭൂപരിഷ്കരണം 2 എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭൂപരിഷ്കരണം 2 എന്നുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതേസമയം സർക്കാർ ജീവനക്കാർക്ക് നിരാശയാണെന്ന് പറയേണ്ടി വരും. നേരത്തെ NGO അസോസിയേഷന്റെ മീറ്റിംഗിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞ കാര്യമാണ്, VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചില വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നത്. പക്ഷേ ആ വിസ്മയം ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം വരവ്, സംസ്ഥാന സർക്കാരിന്റെ വരവ് കുറവാണ് എന്നത് തന്നെയാണ്. വരുമാനം ഉണ്ടാക്കുവാനുള്ള മാർഗ്ഗങ്ങളില്ല. അതിനാൽ തന്നെ അനാവശ്യ ചെലവുകൾ എടുത്ത് തലയിൽ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തന്നെയാണ് വലിയ വിസ്മയങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് നൽകുവാൻ ഈ ബജറ്റിൽ കഴിയാതെ വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DA കുടിശ്ശികയുടെ കാര്യത്തിലും DR കുടിശ്ശികയുടെ കാര്യത്തിലുമാണ്. ജനുവരിയിലെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട്. പക്ഷേ DA കുടിശ്ശിക തടസ്സമില്ലാതെ കൊടുത്തു തീർക്കും, ഇങ്ങനെ ഒരു പ്രഖ്യാപനമേ ബജറ്റിൽ വന്നിട്ടുള്ളൂ. അത് എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിപാദ്യം വന്നിട്ടില്ല ഈ ബജറ്റിൽ. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും.
മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും.